എൻ വിജയകുമാർ കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിക്കറ്റ് കൂടി വീണിരിക്കുകയാണ്. കെ പി ശങ്കർദാസ് കൂടി അറസ്റ്റ് ആയാൽ മുഴുവൻ ദേവസ്വം ബോർഡുമായി. ദേവസ്വം ബോർഡ് മുഴുവൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ് ബാക്കി? മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടിയാണ്? ദേവസ്വം ബോർഡ് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പോകണം. തൊട്ട് മുകളിൽ പിന്നെ ഉള്ളത് ദേവസ്വം മന്ത്രിയാണ്. ശ്രീ അഭിലാഷേ, ഈ കളി ഫൈനലല്ല. ഇവിടെ വിക്കറ്റ് പുറത്താക്കുന്നത് വേറെ കളി കിടക്കുകയാണ്. അതിനകത്ത് വിക്കറ്റ് ആരുടെയൊക്കെയാണ് പോകാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ദേവസ്വം ബോർഡിൽ ആരൊക്കെയാണോ ഇത്തരം ഒരു കാര്യം നടന്നാൽ ഉത്തരവാദിത്വം വഹിക്കേണ്ടുന്നത് അവരെല്ലാം ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും അതിനാവശ്യമായ നിയമ നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്യണം. അതിന്റെ സ്വാഭാവികമായിട്ട് ഇനിയും അത് സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ അപ്രതീക്ഷിതമായ കാര്യമൊന്നുമല്ല ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ അറസ്റ്റ് എന്ന് പറയുന്നത്. അത് ഈ സംഭവത്തെ സംബന്ധിച്ച് അതിന് തുടർച്ച മാത്രമാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഏകപക്ഷീയമായി അണിയിച്ചൊരുക്കി കൊണ്ടു നടക്കുന്ന ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്നും പിടിവിടുന്നില്ലല്ലോ. കാരണം ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ വിജയകുമാറിനെ. സോണിയാഗാന്ധിയെയും ആന്റണിയെയും ഒന്നും അല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞു തുടങ്ങിയില്ലല്ലോ അഭിലാഷേ. ഒന്നാമത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ ലേറ്റായിട്ട് കയറിയത്. അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, സ്വാഭാവികമായിട്ട് വരുന്ന ടെക്നിക്കലായ പ്രശ്നങ്ങളാണ്. രണ്ടാമത് ഒരു വാചകം പൂർത്തിയാക്കാൻ അവസരം എന്താ? നിങ്ങൾ 4 വരെ വെച്ച് സൂപ്പിച്ച് ഇറച്ചിക്കൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങളൊക്കെ 1-2 വാചകം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ചാനലുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാട് 4 BJPയുടെ ഒരു പ്രതി, UDFന്റെ ഒരു പ്രതി, ഒരു വലതുപക്ഷം നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ ശക്തമായ പേടിയുള്ളത് കൊണ്ടാണ് നിങ്ങൾ BJPയുടെ ഒരു പ്രതി, UDFന്റെ ഒരു പ്രതി മാത്രം നിങ്ങൾക്ക് പോരാ. നിങ്ങൾക്കൊരു വലതുപക്ഷ നിരീക്ഷണം കൂടി വേണം. ഇടതുപക്ഷത്തിന്റെ ഒരാൾക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾ വലതുപക്ഷവും ഒരു അവതാരകനും അല്ലെങ്കിൽ അവതാരികയും, അപ്പൊ 4, 5-1 മാത്രമാണ് ഇടതുപക്ഷത്തിന് വിശദീകരിക്കാൻ. അതും നിങ്ങൾ ചോദ്യങ്ങൾ കൊണ്ട് മൂടും. നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കില്ല. ഇതാണ് ഏകദേശം ഒരു 8-10 ചാനലുകൾ കഴിഞ്ഞ ഇപ്പൊ നിങ്ങൾ ഞാൻ ചർച്ച തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ അടുത്ത ചോദ്യമായിട്ട് വരിക. എങ്ങനെ അല്ല 5 പേരെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ആത്മവിശ്വാസവും ശേഷിയും ഒക്കെ താങ്കൾക്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാ ഞാൻ പറഞ്ഞത്. എൻ്റെ വ്യക്തിപരമായ ആത്മവിശ്വാസമല്ലേ. ഞങ്ങൾക്കാകെ നിങ്ങൾ 1000 ചോദ്യം കൊണ്ട് മൂടിയാലും ഞങ്ങൾ സുതാര്യമാണെന്നും സത്യസന്ധരാണെന്നും ഉള്ള ആത്മബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഏത് ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാം. കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു 2019 അല്ല ഇതിൻ്റെ സ്റ്റാർട്ടിങ്, ഇത് പിന്നിലേക്ക് പോകും. മറ്റൊരു കഥാപാത്രത്തെ കൂടി ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എല്ലാ ചാനലുകളിലും ഏതെങ്കിലും സമയത്ത് ഞാൻ അവതരിപ്പിച്ചിരുന്നു കനകോലുവിൻ്റെ ഇടപെടിയിൽ. അത് കർണാടകക്കാരനാണ് അദ്ദേഹം. കോൺഗ്രസിൻ്റെ PR ടീമാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമോ സംസ്ഥാന നേതൃത്വത്തിനോ ഏത് വിഷയത്തിൽ സമരം എടുക്കണം അല്ലെങ്കിൽ ഏത് മുദ്രാവാക്യം രൂപീകരിക്കണം എന്നുള്ളത് അവരുടെ വർക്കിംഗ് കമ്മിറ്റിയോ KPCC ഒന്നും അല്ല തീരുമാനിക്കുന്നത്. അത് PR ടീമായിട്ടുള്ള കനകോലുവാണ്. ആ കനകോലുവിൻ്റെ പ്രൊഡക്റ്റാണ് ഈ വന്നിരിക്കുന്ന ഗോവർദ്ധൻ. ആ കനകോലു കർണാടകക്കാരനാണ്. ആ കനകോലു വഴിയാണ് ഈ യഥാർത്ഥത്തിൽ നമ്മുടെ കോൺഗ്രസ് നേതൃത്വത്തെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൂടി AICC ആസ്ഥാനത്ത് ബന്ധപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഫണ്ടിങ് ഏജൻസിയാണ് ഇവർ. കോൺഗ്രസിൻ്റെ ഫണ്ടിങ് ഏജൻസിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമല്ല. അതിലേക്ക് കടന്നു വരാൻ പോവുക. ഇത് ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിരുന്ന ആളുകൾ അവർക്കിത് പിന്നെ ഉത്തരവാദിത്വം വഹിക്കേണ്ടുന്നതിൽ ഏതെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ കേസെടുക്കട്ടെ, ജയിലടക്കി നമുക്ക് സ്വീകരിക്കാം. ശബരിമലയിൽ ഇത്ര കാലം കയറി കളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അതിനർത്ഥം? ഈ കനകോലു നിയോഗിച്ച ആളുകൾക്കൊക്കെ താലവും പിടിച്ച് വിളക്കം പിടിച്ച് മുമ്പിൽ നടന്നത് ദേവസ്വം ബോർഡിനെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളല്ലേ, പ്രസിഡന്റും മെമ്പർമാരും മറ്റുള്ളവരും ഒക്കെ. അങ്ങനെയല്ല ശ്രീ അഭിലാഷ് അതിൻ്റെ ചരിത്രം വരുന്നത്. അത് സാധാരണഗതിയിൽ അവിടെ തുടരുന്ന അവിടുത്തെ പിന്നെ തന്ത്രിമാരും തിരുമേനിമാരും അല്ലെങ്കിൽ ശാന്തിക്കാരും കീഴ്ശാന്തിക്കാരുമായിട്ടുള്ള ഒരു ബറ്റാലിയൻ ഉണ്ട്. അതിലൊന്നും വലുതായിട്ട് ദേവസ്വം ബോർഡിൻ്റെ കൺട്രോൾ വരില്ല. പ്രധാനമായിട്ട് തന്ത്രിയുടെ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് എന്താ കൺട്രോള്? തന്ത്രിക്കല്ലേ അവിടുന്ന് അകത്തു നിന്ന് പുറത്തേക്ക് പോകുന്നതും പുറത്തു നിന്ന് അകത്തേക്ക് വരുന്ന സാധനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം തന്ത്രിമാരിലല്ലേ. അതുപോലെ തന്നെ അവിടെ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ ബഹുമാന്യനായ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണന്റെ വലങ്കൈയായിരുന്നു. നിങ്ങൾ ശ്രീമതി സോണിയാഗാന്ധിയെ കാണാൻ പോയപ്പോൾ അവിടെയുള്ള എല്ലാ കഥാപാത്രങ്ങളും ശ്രദ്ധയപ്പെട്ടില്ലേ? ആരാ? ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പ്രയാർ ഗോപാലകൃഷ്ണൻ, ആന്റോ ആന്റണി, അടൂർ പ്രകാശ്.
ഈ ടീമെല്ലാം കൂടെ ഒന്നിലധികം തവണ എന്തിനാ ശ്രീമതി സോണിയാഗാന്ധിയെ കാണുന്നത് എന്നല്ലേ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ബന്ധം ആരുമായിട്ടാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധം ആരുമായിട്ടാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധം കോൺഗ്രസ് നേതൃത്വമായിട്ടാണ്. അത് ചെറിയ ബന്ധമല്ല. നമ്മളെല്ലാം പലതവണ ചർച്ച ചെയ്തതുപോലെ, പല ആളുകളും പറയുന്നത് പോലെയും പല വിശദീകരണങ്ങളും വന്നതുപോലെയും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും മുഖ്യമന്ത്രിമാർക്കും കാണാൻ അവസരം കൊടുക്കാത്ത ശ്രീമതി സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഒന്നിലധികം തവണ സംസാരിക്കണമെങ്കിലും അവരുടെ കയ്യിൽ ചരട് കെട്ടി കൊടുക്കണമെങ്കിലും അവർക്ക് സമ്മാനപ്പൊതി കൊടുക്കണമെങ്കിലും. പക്ഷെ ഗോപൻ നോക്കൂ, നമ്മള് ജയിലിൽ കിടക്കുന്ന അഴി എണ്ണിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ ആരാണ് എൻ വിജയകുമാർ, ആരാണ് പത്മകുമാർ, ആരാണ് എൻ വാസു? ഇവർ മൂന്നുപേരും ഏത് പാർട്ടിക്കാരാണ്? പത്മകുമാർ CPM-ന്റെ ജില്ലയിലെ, പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ നേതാവും മുൻ MLA ആണല്ലോ. ദാ ഈ നിമിഷം വരെ, നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ജയിലിൽ കിടക്കുന്ന, ഒരു കോടതിയും ജാമ്യം പോലും കൊടുക്കാതെ ജയിലിലിട്ടിരിക്കുന്ന പത്മകുമാറിനെ ഒന്നും നുള്ളി നോവിച്ചിട്ടില്ല, രോമത്തിന് കേടുവരുത്തിയിട്ടില്ല, അറിയാതെ പോലും ഒന്ന് തള്ളിപ്പറഞ്ഞിട്ടില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി. ഈ അകത്ത് കിടക്കുന്ന മൂന്നാൾ കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ഡൽഹിയിലിരിക്കുന്ന സോണിയാഗാന്ധിയും ഒക്കെ. അഭിലാഷെ, നിങ്ങൾക്ക് കാര്യം അറിയാം. ജയിലിൽ കിടക്കുന്ന ആളെ പോയി എങ്ങനെ അഭിലാഷെ നുള്ളി നോവിക്കുന്നത്? അത് വിട് അഭിലാഷെ. അവർ ജയിലിൽ കിടക്കുകയാണ്. അവരെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാണ്. എന്ത് വേണം അഭിലാഷെ? ഞാൻ എന്ത് വേണം? പറയണോ നിർത്തണോ? എന്ത് ഞാൻ പറയണോ നിർത്തണോ? എനിക്ക് അത്യാവശ്യം സംസാരിക്കാനുള്ള സമയം എന്താ ശ്രീ അഭിലാഷ്? ഇത്രയും ആവേശം കൊള്ളാതെ. അതായത് അവരുടെ പേരിൽ ഞങ്ങൾ നിലപാട് എന്നും വൈകുന്നേരം വന്നിരുന്ന് നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കണ്ട. ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാ. പാർട്ടി നേതൃത്വവും ഇടതുപക്ഷ മുന്നണിയും ഗവൺമെൻറ്റും എല്ലാം, മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു തരത്തിലും ഇതിനകത്ത് ഇടപെടില്ല, ഞങ്ങൾ സ്വാധീനിക്കില്ല. ഏത് നേതൃത്വത്തെ വേണമെങ്കിലും. നിങ്ങൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞേ? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു അത് നിങ്ങളുടെ പങ്കല്ല, അത് ഹൈക്കോടതി നിശ്ചയിച്ച SIT ആണ്, നിങ്ങൾക്കതിൽ റോളൊന്നുമില്ല. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ പറഞ്ഞു നിങ്ങൾക്കതിൽ റോളുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദേവസ്വം ബോർഡ് മെമ്പറെ അറസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾ ഇടപെട്ടിട്ട് അറസ്റ്റ് ചെയ്യാത്തത്. അറസ്റ്റ് ചെയ്താൽ പറയും നിങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അത് ഹൈക്കോടതിക്കാണ്. ഇത്രയും വലിയ ഇരട്ടത്താപ്പ് ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടില്ല. പ്രതിപക്ഷം സ്വീകരിക്കുന്ന പോട്ടെ, അവരുടെ രാഷ്ട്രീയമാണെന്ന് പറയാം. ഇത്രയും വലിയ ഇരട്ടത്താപ്പ് നിങ്ങൾ തന്നെ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പേരിൽ, അവരെ മാത്രമല്ല ആരുടെ പേരിലും അന്വേഷണം പോയിക്കൊണ്ടിരിക്കുക. ഇത് ഒരിടത്ത് എത്തത്തില്ല. ഞങ്ങൾ പറഞ്ഞത് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് സ്വർണം ചെമ്പാക്കി മാറ്റി എന്നുള്ള പല്ലവി ശരിയാ ശ്രീ അഭിലാഷെ. പക്ഷെ അതിന്റെ അനുപല്ലവിയിലേക്ക് വരുമ്പോൾ ആ പാട്ട് തിരുത്തേണ്ടി വരും. ആ പാട്ട് തിരുത്തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണേ കയറ്റിയത്, സോണിയാണേ കയറ്റിയത്, പ്രയാറാണേ കയറ്റിയത്, അടൂരാണേ കയറ്റിയത്, ആന്റോ ആണേ കയറ്റിയത്, അവസാനം വന്നിട്ട് കോൺഗ്രസിന്റെ ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പൊ BJPക്ക് ആണെങ്കിൽ അവർക്ക് 6000 കോടിയാണ് കഴിഞ്ഞ വർഷത്തെ ഇലക്ട്രൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ. സോണിയാഗാന്ധിയുടെ മരുമകന്റെ ഫണ്ട്, ശബരിമലയിലെ സ്വർണ്ണമെല്ലാം ഊരിക്കൊണ്ടുപോയി കോൺഗ്രസ് ഫണ്ട് ഉണ്ടാക്കിയതാണ്. ഇലക്ട്രൽ ബോണ്ട് ഫണ്ട് കുറവാണ്. ഫണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഫണ്ടിന്റെ കഥയാ കേരളത്തിൽ പുറത്തു വരാൻ പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെ ഉപയോഗിച്ച് AICC നേതൃത്വമായിട്ട് സഹകരിച്ച് VD സതീശനും അൻവറും വഴി കേരളത്തിൽ വന്ന വലിയ തോതിലുള്ള ഫണ്ടിന്റെ ഭാഗമായിട്ടാണ്. കനകോലുവിന്റെ തിയറിയാണ് അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് പീഡം കാണാനില്ലേ, പീഡം കണ്ടുകിട്ടി കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്നാണ് അയാൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അപകടത്തിലേക്ക് പോവാ.